അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയതിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്ന നമ്മുടെ GT San Andreasന്റെ വീഡിയോ ഇട്ടോ. കേസ് നമ്മളിന്ന് എവിടോട്ടാണ് പോകുന്നത് വെച്ചാൽ നമ്മളിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്കാണ്. ഓക്കെ, നമ്മുടെ CJ ഒരു പുതിയ ഷോറൂം മേടിക്കാൻ പോകണം. ഓക്കെ, നമ്മുടെ സാൻ ഫ്രാൻസിസ്കോയിലാണ് ഷോറൂം കിടക്കുന്നത്. പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമുക്ക് CJക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല സിറ്റിയിൽ. അതുകൊണ്ടാണ് നമ്മൾ പുതിയൊരു ഷോറൂം പണിയാണ്. ഓക്കെ, കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, കഴിഞ്ഞ വീഡിയോ നമ്മുടെ ലോസ് ആൻഡൽസ് സിറ്റിയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാഫിയ ബോസിൻ്റെ കയ്യിൽ നിന്ന് കുറേ നാൾ നമ്മളിവിടെ മാറിയിരിക്കുമായിരുന്നു, 1 വർഷത്തോളം. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിനുശേഷം നമ്മൾ പ്രത്യേകിച്ചൊന്നും പണിയൊന്നുമില്ല. അതുകൊണ്ട് അതിന് മുമ്പ് ടാക്സി ഡ്രൈവറായിരുന്നു 1 വർഷം മുമ്പ്. നമ്മളാരും ഇവിടുന്ന് മാറി ചെയ്യുന്ന സമയത്ത് പിന്നെ ആ ടാക്സി കൊടുത്ത കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഷോറൂം മേടിക്കാൻ പോകണമെങ്കിൽ നമ്മളിതിപ്പോൾ നമ്മുടെ ഇരിക്കുന്ന വണ്ടി എന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രീറ്റ് മെമ്പറിൻ്റെ വണ്ടിയാണ്. ഓക്കെ, നമ്മൾ എയർപോർട്ടിൽ കൊണ്ടിട്ട് അവർ ഒന്ന് എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും അത്യാവശ്യം നല്ലൊരു ഷോറൂമാണെന്നാണ് അറിഞ്ഞത്. നമ്മുടെ സ്വീറ്റിനൊക്കെ അറിയാവുന്ന ആളാണ്. അതൊക്കെ ബിസ്മോക്കും സ്വീറ്റൊക്കെ പറഞ്ഞ് നല്ല കാര്യമാണ് ഒരു ഷോറൂം എടുക്കുന്നത്. ഇപ്പം പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ CJക്ക്, അതുകൊണ്ട് തന്നെ നമ്മൾ ഷോറൂം എടുക്കാമെന്ന് വെച്ചു. വളരെ അത്യാവശ്യം പൈസ ഉണ്ടാക്കി. നമുക്കെന്തായാലും ആ ഒരു എയർപോർട്ടിൽ എത്തിയിട്ടാണ്. അപ്പോൾ നമ്മൾ നൈസായിട്ട് എയർപോർട്ടിൻ്റെ അകത്ത് എത്തിയിട്ടില്ല, പുറത്താണ്. ഓക്കെ, നമ്മൾ അകത്തോട്ട് കയറണം. ഇനി അകത്തോട്ട് കയറി വണ്ടി കൊണ്ടുവന്നുള്ള നിർത്തി മുന്നിൽ ടിക്കറ്റൊക്കെ എടുത്ത് നൈസായിട്ട് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോകണം. ഓക്കെ, നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് കടന്നേക്ക് നിങ്ങൾ അറിഞ്ഞാണ്, നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ 150 സബ്സ്ക്രൈബേഴ്സാണ് അടുത്ത നമ്മുടെ ടാർഗറ്റ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. ഓക്കെ, എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, നമുക്കെന്തായാലും നമ്മുടെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടോട്ട് വണ്ടി പാർക്കണം. ഇവിടെ അപ്പുറത്താണ് നമ്മുടെ ഫ്ലൈറ്റ് വരുന്ന ഒരു ചെക്കിങ് ചെയ്യേണ്ട ഏരിയ. ഒക്കെ നമുക്കിതിൽ അങ്ങോട്ട് പോകാം. ഇതാണ്ട് ഈ വണ്ടിയൊക്കെ ഇടിച്ച് വണ്ടിയുടെ ഫ്രണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്, പൊളിഞ്ഞൊക്കെ ഇരിക്കുകയാണ്. സ്ട്രീറ്റ് മെമ്പർ ഇത് കാണുമ്പോൾ തലയിറങ്ങി വീണു. ഓക്കെ, നമുക്കതുകൊണ്ട് ഇതിലേ കൂടെ ഒന്നുമല്ല, ഇത് എതിർ റോങ് സൈഡൊക്കെ കയറിയാണ് വണ്ടിയും കൊണ്ട് പോകുന്നത്. ഓക്കെ, അതാണ്ട് അവിടെ ആയിട്ടാണ് നമ്മുടെ ചെക്കിങ് ചെയ്യേണ്ട ഏരിയ. ഓക്കെ, നമുക്കെന്തായാലും ചെക്ക് ചെയ്യാം. നമുക്കെന്തായാലും വണ്ടി ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാം. ഒരു സ്ട്രീറ്റ് മെമ്പർ വന്ന് എടുത്തോളും. ഇത് നോ പാർക്കിംഗ് ഏരിയയാണ്, നമ്മൾ ജസ്റ്റ് പാർക്ക് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, നമുക്കെന്തായാലും ടിക്കറ്റ് എടുക്കാം. അപ്പോൾ നമുക്കെന്തായാലും സാൻ ഫ്രാൻസിസ്കോയിലേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്കിനി സാൻ ഫ്രാൻസിസ്കോയിൽ എത്തിയിട്ട് കാണാം. ഓക്കെ, നമുക്കെന്തായാലും സാൻ ഫ്രാൻസിസ്കോ അപ്പോൾ ഈ സാൻ ഫ്രാൻസിസ്കോ എത്തിയിട്ടുണ്ട് കേട്ടോ. സാൻ ഫ്രാൻസിസ്കോ എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നൈസായിട്ട് സാൻ ഫ്രാൻസിസ്കോ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ആ ഒരു കാർ ഷോറൂമിലോട്ട് പോകണം. ഓക്കെ, നമ്മൾ നൈസായിട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ലാൻഡൊക്കെ ചെയ്യുന്ന ഫ്ലൈറ്റ്. ഓക്കെ, അത്യാവശ്യം നല്ല ചെയ്യണമായിരുന്നു. ഓക്കെ, നമ്മൾ ഫ്ലൈറ്റ് ചെയ്ത് അത്യാവശ്യം ദൂരം ഉണ്ട് അവിടെ നിന്ന്, അതുകൊണ്ടാണ് നമ്മൾ കാർ വഴി വരാഞ്ഞ്. അപ്പോൾ നമുക്ക് എന്തായാലും പുറത്തോട്ട് ഇറങ്ങാം ഫ്ലൈറ്റിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്, എയർപോർട്ടിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു കാർ എടുത്തുകൊണ്ട് നമ്മുടെ ആ ഒരു കാർ ഷോറൂമിലോട്ട് പോകണം. ഓക്കെ, ഇതാണ്ട് ഇവിടെ ഒരു വണ്ടി ഉണ്ട്. ഇതാണ്ട് ഒരു വണ്ടി, ഇവൻ്റെ കയ്യിൽ വണ്ടി അടിച്ചുകൊണ്ട് ചേർക്കും. നമ്മുടെ ഈ ഒരു സിറ്റിയിൽ ഇങ്ങോട്ട് ആദ്യം വരാത്തതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒന്നും ആരും പരിചയമില്ല. അതുകൊണ്ട് തന്നെ വണ്ടി ഒന്നുമില്ല. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയില്ല. പുതിയ ഷോറൂം എടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് ഒരു വണ്ടി എടുക്കാം ഗൈസ്. മോഡിഫൈ ഒക്കെ ചെയ്തിട്ട് നമുക്കൊരു വണ്ടി എടുക്കാം. ഓക്കെ, നമ്മൾ നൈസായിട്ടാണ്ട് എയർപോർട്ടിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് ഷോറൂമിലോട്ട് പോകണം. ഓക്കെ, ആ പോലീസ് വണ്ടിയൊക്കെ ഇടിച്ചാൽ പിന്നെ പണി കിട്ടും. ഓക്കെ, ഇതാണ്ട് ഇവിടെയൊക്കെ ഇതാണ്ട് ഒരു ഇതൊക്കെ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഫ്ലെക്സ് ആണെന്ന് എന്തോന്നു. ഓക്കെ, നമുക്കെന്തായാലും അങ്ങോട്ട് ഇനി നമുക്ക് കുറച്ച് കാർ അവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റിയത് ആ ഒരു ഷോറൂമിൽ. പിന്നെ അല്ലാതെ നമുക്ക് കുറച്ച് കാർ മേടിക്കണം. പിന്നെ സൂപ്പർ കാർസൊക്കെ നമുക്കെന്തായാലും ഇനി കുറച്ച് വർക്കേഴ്സിനെയൊക്കെ വെക്കണം. ഇപ്പോൾ വർക്കേഴ്സൊന്നും ഓടില്ല. ഈ ഒരു ഷോറൂമിൻ്റെ ഓണറിന് എന്താ ഫിനാൻഷ്യലി പ്രോബ്ലം ഉണ്ടായിട്ടാണ് അത് വിൽക്കുന്നതെന്നാണ് പറയാൻ പറ്റിയത്. നമുക്കെന്തായാലും ഇനി കാർ ഷോറൂമിൽ ഇടിച്ചേച്ച് ഇത് ആരുടെ വണ്ടി നമുക്കെന്തായാലും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്കെന്തായാലും വണ്ടി എടുക്കണമെന്നാലും ഷോറൂമിൽ എത്തിയിട്ട് വേണം. അപ്പോൾ നമ്മൾ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ട നമ്മുടെ വണ്ടിയുടെ ബോണറ്റൊക്കെ പൊങ്ങിയിരിക്കുകയാണ്. അതൊക്കെ അവിടെയൊക്കെ ഇടിച്ച് കയറിയത് പുറകെ കൂടെയാണ് കേട്ടോ കയറിയത്. നമ്മൾ വഴി തെറ്റി വേറെ വഴി കൂടെ ചാടി വന്ന് പുറകെ കൂടെയാണ് കയറിയത്. ഓക്കെ, ഇതാണ് ഈ അപ്പോൾ നമ്മുടെ ഷോറൂം. നമുക്ക് എന്തായാലും അകത്തോട്ട് കയറി ചെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറുകയാണ്. നമ്മുടെ ഓണർ ഇവിടെങ്ങാണ്ട് ഇപ്പോൾ ഉണ്ട് കേട്ടോ, നമ്മൾ നോക്കാം. അപ്പോൾ ഇതാണ് ഷോറൂം. ഇവിടെ കുറച്ച് കാർ എടുക്കുമ്പോൾ സൂപ്പർ കാർസ് അല്ല, നോർമൽ കാർസാണ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് കിട്ടുമെന്ന് തോന്നി. ഈ കാർസൊക്കെ ചിലപ്പം ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന അറിയത്തില്ല. നമുക്കെന്തായാലും ഒരു വണ്ടി ഓടിച്ചു നോക്കുക. എനിക്ക് ചുമ്മാ ഡ്യൂപ്ലിക്കേറ്റ് വണ്ടിയാണെന്ന് അറിയത്തില്ലല്ലോ, ചിലപ്പം മോഡലിന് വെച്ചേക്കുന്ന വണ്ടിയാണെന്ന് അറിയത്തില്ല. നോക്കാം. ഓക്കെ, ഇതൊക്കെ ഒറിജിനൽ കേട്ടോ. ഇത് സ്റ്റാർട്ട് ആവുന്നുണ്ടെങ്കിൽ ഇതാണ്ട് ആ ഒരു ഓണർ വണ്ടി കയറിയിട്ടുണ്ട്. എന്തിനാണെന്ന് എന്തോ. അപ്പോൾ നമുക്കതെല്ലാം താഴോട്ട് ഇറങ്ങി നോക്കാം. താഴോട്ട് ഇറങ്ങി നോക്കിയതാണ്. ഇനി നമുക്കെന്തായാലും താഴോട്ട് ഇറങ്ങി ഒരു കാർ ഷോറൂം മേടിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം.
അവരും നമുക്ക് അതായത് കൊടുക്കാനുള്ള പ്രൈസൊക്കെ കൊടുക്കുക. അതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതിന് പുറകിൽ സ്പ്രേ ഷോപ്പൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ വണ്ടിയുടെ സ്പ്രേ ഒക്കെ ചെയ്യുന്ന ഷോപ്പുണ്ട്. പിന്നെ താഴെ ഒരു ഒരു പാട്ടൊക്കെ വെക്കുന്ന ഇവിടെ മോഡിഫൈ ചെയ്യുന്ന ടൈപ്പ് ഒരു ഷോപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, വർക്ക്ഷോപ്പ്. അതും നമുക്കവിടെ വണ്ടിയൊക്കെ മോഡിഫൈ ചെയ്യാം, എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ ചെയ്യാം. ആ ഒരു ഷോപ്പും ഈ കാർ ഷോപ്പിൻ്റെ ആണെന്ന് അദ്ദേഹം പറഞ്ഞത് എനിക്കറിയില്ല. ഓക്കെ, നമുക്കെന്തായാലും അതേപോട്ട് മറ്റേ കാർ ഷോറൂമിൻ്റെ പ്രൈസൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് ഡീലൊക്കെ ചെയ്തിട്ട് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ അടുത്തൊക്കെ ഏതാണ്ട് വന്നേ പോകേണ്ട ഇവിടെ ട്രൂത്ത് എന്നാണ് എനിക്ക് ട്രൂത്ത്. നമുക്ക് അടുത്ത് കാര്യം പറഞ്ഞു നോക്കാം. ഗൈസ്. ഇങ്ങനെ പറയുന്നത് വെച്ചാൽ ഈ ഒരു പ്രൈസിന് അയാൾ സമ്മതമാണ്. ഓക്കെ, എങ്ങനെ ഉണ്ടാവും അവിടെ അങ്ങോട്ട് കയറി പോകുന്നൊക്കെ ജസ്റ്റ് ആണ്ട് അങ്ങനെയൊക്കെ ഇപ്പം ഈ ഒരു പ്രൈസ് നമ്മൾ ഉറപ്പിച്ച പ്രൈസിന് അയാൾക്ക് സമ്മതമാണ് ഈ കാർ ഷോറൂമിലേക്ക്. അപ്പോൾ നമ്മുടെ സീറ്റ് നൈസടി കാർ ഷോറൂം അങ്ങ് മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കാർ ഷോറൂമിനെ കുറച്ച് കാറൊക്കെ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് കഴിഞ്ഞ് പിന്നെ അടുത്തൊരു വീഡിയോ നടക്കുമ്പോൾ ബൈ.